ഇപ്പം മറ്റൊരു വശം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അമേരിക്കയ്ക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു സഖ്യകക്ഷി എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇറാൻ ആദ്യം ഒരു തിരിച്ചടി കൊടുക്കുന്നത് ചിലപ്പം ഇസ്രായേലിലേക്കായിരിക്കാം. അത് നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതാക്കന്മാരെയൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ യുദ്ധത്തിൽ തല പൊക്കാതിരുന്ന ഓരോ തീവ്രവാദ സംഘടനകളും ഇസ്രായേൽ ഇപ്പോഴും അതിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തലപൊക്കാത്ത ഒരു തരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ഇപ്പോൾ അമേരിക്ക കൊടുക്കുന്ന ഒരു സാവകാശം, ഇപ്പോൾ ഇറാനെതിരെ ഒരു യുദ്ധം തുടങ്ങി വെക്കാൻ അമേരിക്ക എടുക്കുന്ന ഒരു സാവകാശം, അത് മറ്റ് സഖ്യരാജ്യങ്ങളെ ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കുമോ? അങ്ങനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വേണ്ട തയ്യാറെടുപ്പുകൾ സജ്ജീകരിക്കണം എന്നത് കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്രയേലിന്റെ യുദ്ധം കൂടിയാണ്, ഇത് ഇസ്രയേലിന്റെ ആവശ്യം കൂടിയാണ്. എന്തുകൊണ്ട് ഇറാൻ ആണവ വിമുക്തമാകണം എന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൽ നിന്നും ഇറാൻ അനുഭവിക്കുന്ന ഭീഷണി, ഒരുപക്ഷെ ആ പ്രദേശത്തെ ആകമാനം ഇറാനിൽ നിന്നുള്ള ഭീഷണി, അത് അവസാനിപ്പിക്കാൻ ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കണം. അതാണ് ഒരു ലക്ഷ്യം. അത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളുടെയും എല്ലാം സംയുക്ത ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം, ഇറാന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള, പോർമുനകൾ വഹിക്കാനുള്ള സംവിധാനം വേണമല്ലോ. അതാണ് മിസൈലുകൾ. ഇപ്പൊ ആണവായുധങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷണൽ വെപ്പൺ, അത് വഹിക്കാൻ തക്ക കപ്പാസിറ്റിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ശബ്ദാതിവേഗ മിസൈലുകളും എല്ലാം ഉണ്ട് ഇറാന്. വൻ ശേഖരമാണ്. അതോടൊപ്പം തന്നെ ഡ്രോണുകളുമുണ്ട്. അപ്പൊ ഈ ചർച്ച എന്ന് പറയുമ്പോൾ, ഇറാനുമായി അമേരിക്ക ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആണവ പദ്ധതി നിർത്തിവെക്കണം, ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം എന്നതിലേക്ക് മാത്രം ഒതുങ്ങാനുള്ള താല്പര്യം അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്നത് മിസൈലുകൾ ഉയർത്തുന്ന ത്രെട്ടാണ്. വലിയ ഒരു മിസൈൽ ശേഖരമാണ് ഇറാൻ മലനിരകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ മിസൈൽ ശേഷി കുറച്ചുകൊണ്ടുവരികയും ആ മിസൈലുകൾ വിനാശകരമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ചില ഉറപ്പുകളും ചില നിരായുധീകരണ ഉടമ്പടികളും ഇതിന്റെ ഒരു സമഗ്ര പാക്കേജിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും സാധ്യം ആകണം എങ്കിൽ യഥാർത്ഥത്തിൽ ചുറ്റുപാടുമുള്ള കാര്യം കൂടി റെഡിയാകണം. ഇസ്രയേലിന്റെ ചുറ്റുമുള്ള ത്രെട്ട് എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ദുർബലരായി എങ്കിലും ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ തന്നെയാണ്. അവരെ സഹായിക്കുന്ന ഇറാനിയൻ പദ്ധതി അത് അവസാനിപ്പിച്ചേ മതിയാകൂ. അതേക്കുറിച്ച് കാറ്റഗോറിക്ക് ഇനി മേലാൽ ഒരു കാരണവശാലും ഹൂതികളെ ഇളക്കി വിട്ടുകൊണ്ട് ചെങ്കടൽ മേഖല പ്രക്ഷുബ്ധമാക്കാനോ ഹമാസിലൂടെ പലസ്തീനിൽ പിടിമുറുക്കാനോ അല്ലാതെ ലെബനനിലെ ഹിസ്ബുള്ളകളിലൂടെ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തെ ദുർബലപ്പെടുത്താനോ സാധിക്കരുത്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ പാരഡൈമിന്റെ ഭാഗമാണ്. അപ്പൊ ത്രിതല പദ്ധതിയാണ് ഒരുങ്ങി വരുന്നത്. ഒന്ന്, മിസൈൽ ശേഖരം കുറച്ചുകൊണ്ടുവരിക. രണ്ട്, ആണവ പദ്ധതി, ആണവ സമ്പുഷ്ടീകരണം ഒഴിവാക്കുക അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കുക. മൂന്ന്, ഈ പ്രോക്സീസിനെ കൺട്രോൾ ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളും സാധ്യമാകണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഈ ഭരണകൂടം മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അതായത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ നയിക്കുന്ന, ഇറാന്റെ പരമോധ്യക്ഷൻ ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഒരു സംവിധാനം മാറിയെങ്കിൽ മാത്രമേ ഈ മൂന്ന് ലക്ഷ്യങ്ങളും നടപ്പാകൂ എന്നാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചിന്ത. അതുകൊണ്ട് ഒരു ആക്രമണത്തിലൂടെ അല്ലാതെ ഒരു ഭരണമാറ്റം സാധ്യമാവില്ല എന്ന നിലയിലാണ് ആഭ്യന്തരമായി ഉണ്ടാകുന്ന ജൈവികമായ പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ ഭരണമാറ്റത്തിൽ കലാശിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അമേരിക്ക. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് IRGC വളരെ ശക്തമായി തന്നെ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഈ ഗൺ ബോട്ടുകളൊക്കെ അയച്ച IRGCയുടെയാണ്. അത് മാത്രമല്ല, ഈ ഡ്രോൺ അയക്കുന്നതിന്റെ പിന്നിലും IRGCയുടെ നേരിട്ടുള്ള നിയന്ത്രണവും കൺട്രോളും ഉണ്ട്. അതുകൊണ്ട് IRGC നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അത് അവസാനിക്കാതെ ഒരു പുതിയ ഭരണകൂടം വരാതെ ഇത് സാധ്യമാവില്ല. അങ്ങനെ വരണമെങ്കിൽ യുദ്ധം മാത്രമാണ് ഏക പോംവഴി. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഏത് ഘട്ടം വരെ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി പറയാനാവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങളിലും കൃത്യമായ ഉറപ്പ് നൽകാൻ ഇറാന്റെ ഭരണകൂടത്തിന് ഒരുപക്ഷെ കഴിയില്ല. അതിനെതിരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മൂന്ന് കാര്യങ്ങൾ. ഈ പ്രോക്സികളെ സഹായിക്കുന്നതിനെ കുറിച്ച് അവരൊന്നും തന്നെ മിണ്ടുന്നില്ല. മറ്റു രണ്ട് കാര്യങ്ങൾ, മിസൈൽ പദ്ധതിയെ ഒരു കാരണവശാലും ചർച്ചയുടെ പരിധിയിൽ കൊണ്ടുവരാൻ ആവില്ല എന്നാണ് ഇറാൻ എടുത്ത നിലപാട്. അതുപോലെ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നതിന് ഞങ്ങൾ അനുകൂലമല്ല. വേണമെങ്കിൽ സമ്പുഷ്ടീകരണത്തെ തോത് മാത്രം കുറച്ചുകൊണ്ടുവന്ന് തങ്ങൾ റെസ്പോൺസിബിൾ ഒരു പവറാണ്,
തങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങളെ അല്ലെങ്കിൽ അതിനെ ഡിറ്ററന്റ് ആയി പരിഗണിക്കുന്നു. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തങ്ങൾ വീണ്ടും സമ്പുഷ്ടീകരിക്കും. പക്ഷെ അതിന് തോത് കുറച്ചുകൊണ്ടുവരാൻ തങ്ങൾ തയ്യാറാണ്. പരമാവധി ആ ഒരു കാര്യം മാത്രമാണ്. കാരണം ആണവ പദ്ധതിയിൽ നിന്നും ഒരു കാരണവശാലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നോട്ട് പോകാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നിലപാട്. അങ്ങനെയെങ്കിൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കാനാണ് സാധ്യത. അക്കാര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിലും ധാരണയാണെങ്കിൽ മാത്രമേ സമഗ്രമായ ഒരു ഇറാൻ അമേരിക്ക കരാറിന്റെ സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തുർക്കിയിൽ വെച്ച് നടക്കുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒമാനിൽ വെച്ച് നടക്കുകയോ ചെയ്യുന്ന ഈ സന്ധി സംഭാഷണങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകും. അല്ല എങ്കിൽ യുദ്ധത്തിന്റെ ഒരു ബിൽഡപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.